9th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 14 പ്രൊപ്പോർഷൻ അതിൽ പേജ് നമ്പർ 226-27 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇൻ ഈച്ച് ഓഫ് ദ ഇൻസ്റ്റൻസസ് ബിലോ ഷോ ദാറ്റ് ദ സെക്കൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് പ്രൊപ്പോർഷണാലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ്. ഓൾസോ ഫൈൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻ ഈച്ച്. ആനുപാതിക സ്ഥിരത കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസ്, അതായത് ക്വസ്റ്റ്യൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നും ഒന്നാമത്തെ പറയുന്ന കാര്യം, രണ്ടാമത്തെ പറയുന്ന കാര്യം പ്രൊപ്പോർഷൻ ആണെന്ന് പറയണം. ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ആൻഡ് ദ പെരിമീറ്റേഴ്സ്. സ്ക്വയർ ആകുമ്പം അതിൻ്റെ പെരിമീറ്റർ കാണേണ്ട ഇക്വേഷൻ 4 ഇൻറ്റു സൈഡ് ആണ്. സൈഡ് 1 ആകുമ്പോൾ പെരിമീറ്റർ 4 ഇൻറ്റു 1 = 4 സെൻറ്റിമീറ്റർ. റേഷ്യോ 1:4 എന്നാണ് പറയുക. സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ 1:4. സൈഡ് 2 ആകുമ്പോൾ 4 × 2 8. അതായത് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ആഡ് ചെയ്യലാണ്. 4 സൈഡും സെയിം ആയതുകൊണ്ടാണ് 4 × 2 എന്ന് പറയുന്നത്. 8 2:8 വരും. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം 1:4 ആണ്. അതുപോലെ നമ്മൾ ഈ സൈഡ് 5 എടുക്കുന്ന സമയത്ത് 4 × 5 20 വരും. 5:20 ആണ് സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ. അതിൻ്റെ ഷോർട്ട് ഫോമും 1:4 ആണ്. അങ്ങനെ 10 എടുത്താൽ സൈഡ് 4 × 10 40 ആണ് പെരിമീറ്റർ വരിക. സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ 10:40 1:4 കിട്ടും. എക്സ് ജനറലി നമ്മൾ എക്സ് സൈഡ് എടുക്കുമ്പോൾ 4 × x, അതായത് 4x എന്നാണ് അതിൻ്റെ പെരിമീറ്റർ വരിക. അത് x:4x എന്ന് വരും. അതിൻ്റെ ഷോർട്ട് ഫോം എക്സും കട്ട് ചെയ്താൽ 1:4 എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 4/1 = 4 വരും. 4/1 എന്ന് പറയുന്നത് നമ്മൾ പെരിമീറ്ററിന് വൈയും സൈഡിന് എക്സും എടുത്തു കഴിഞ്ഞാൽ y/x. അതുകൊണ്ടാണ് അതിന് ആനുപാതിക സ്ഥിരത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 4/1 = 4 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ മാറാണ്ട് നിൽക്കുന്നത്, അതായത് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4 ഇൻറ്റു സൈഡാണ്. 4 എപ്പോഴും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് 4 എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് വയേഴ്സ് ബെൻഡ് ഇൻറ്റു സ്ക്വയേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് സ്ക്വയേഴ്സ്. ലെങ്ത് ഓഫ് വയർ എന്ന് പറയുന്നത് ഒരു വയർ എടുത്തു കഴിഞ്ഞിട്ട് അത് വളച്ചിട്ട് സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ വയറിൻ്റെ നീളം തന്നെ ആയിരിക്കും നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കാം. ലെങ്ത് ഓഫ് വയർ ഈസ് സെയിം ആസ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ 4 എടുക്കുമ്പോൾ, ഞാനിപ്പോൾ എടുക്കുന്ന 4 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എടുക്കുന്നതാണ്. കാരണം അത് നമ്മുടെ സൈഡ് കാണാൻ വേണ്ടിയിട്ട് 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. 4 സൈഡാണ് സ്ക്വയറിന്. അപ്പോൾ ലെങ്ത് ഓഫ് വയറിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പോയിൻ്റ് വരാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് ലെങ്ത് ഓഫ് വയർ എടുക്കുന്നത്. ഇപ്പോൾ 5 ഒക്കെ എടുക്കുമ്പോൾ 5/4 എന്ന് പറയുമ്പോൾ 1 പോയിൻ്റ് സംതിങ് വരും. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ 4/4 1 ആണ്. 8 സെൻറ്റിമീറ്റർ ആണ് വയറിൻ്റെ നീളമെങ്കിൽ അത് 4 സൈഡായിട്ട് വെക്കുന്നത് 8/4 ആകുമ്പോൾ 2 സെൻറ്റിമീറ്റർ സൈഡ് വരും. അപ്പോൾ റേഷ്യോ 8:2 വരും. 8:2. അങ്ങനെ ഇത് 20 എടുക്കുമ്പോൾ 20/4 5 വരും. 20:5 വരും. 32 ആണ് ലെങ്ത് എടുക്കുന്നതെങ്കിൽ 32നെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 4 സൈഡായിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് ഒരു സൈഡ് 82 ആണ് വരിക. അപ്പോൾ 32:48 4:1. ജനറലായിട്ട് x സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അത് x/4 ആണ്. x/4 എന്ന് പറയുമ്പോൾ അത് x:x/4 വരും. അതിൻ്റെ റേഷ്യോ 4:1 വരിക. അതായത് 1:1/4 എന്ന് വരിക. അപ്പോൾ ഫ്രാക്ഷന് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1/4 വരുമ്പോൾ 1:1/4 ഫ്രാക്ഷനായിട്ട് നമ്മുടെ ഇത് എഴുതൂല, റേഷ്യോ എഴുതൂല. അപ്പോൾ അതിനെ 1/4 മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ അത് 4 വരും. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ 4 ക്യാൻസലായി പോകും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/4 ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ സർക്കിൾ റോളിംഗ് അലോങ് എ ലൈൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് എ ലൈൻ. അതായത് നമ്പർ ഓഫ് ഒരു സർക്കിൾ നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേറ്റ് ചെയ്തെത്തുന്ന അത്രയും നീളമാണെന്ത് നമ്മൾ മുന്നേയുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോളർ ഉപയോഗിച്ചിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ തിരിയുന്നത് അത്രയും ഡിസ്റ്റൻസ് ആണ് അത് അമർന്നിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വളയെടുത്തിട്ട് ഉരുട്ടുവാണെങ്കിൽ വളയൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. അത് നിലത്ത് വെച്ചിട്ട് നമ്മൾ ഉരുട്ടുവാണെങ്കിൽ അത് വീണ്ടും അവിടെ കറങ്ങി എത്തുന്ന അത്രയും ഡിസ്റ്റൻസ് ആണത്. അത് ദൂരം അത് ഉരുട്ടി വിട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. വീണ്ടും ഒരു പ്രാവശ്യം ഉരുളുമ്പോൾ എത്ര ദൂരമാണത് സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് റൊട്ടേഷൻ 1 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കറങ്ങുന്നതാണ്. അപ്പോൾ അത് പെരിമീറ്റർ ചുറ്റളവ് എന്നാണ് പറയുക. ഒരു പ്രാവശ്യത്തെ ചുറ്റളവ് എന്നാണ് പറയുക. അത്രയും ദൂരമാണ് അത് സഞ്ചരിച്ചിട്ടുണ്ടാവുക. റൊട്ടേഷൻസ് ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 3 കോളങ്ങൾ നോക്കുക. ഒരു റൊട്ടേഷനിൽ ഡിസ്റ്റൻസ് 2πr,
ഒരു പ്രാവശ്യം പെരിമീറ്ററാണ് ഉണ്ടാവുക. റേഷ്യോ 1:2 എന്ന് വരും. 1:2 പൈ ആർ എന്നുള്ള റേഷ്യോ ആണ് വരിക. അതിൽ നമുക്ക് ഷോർട്ടാക്കിയിട്ടാണ് 2 പൈ ആർ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ റൊട്ടേഷൻസ് 2 ആകുമ്പോൾ 2 പൈ ആർ ഇൻറ്റു 2, അത് 2:4 4 പൈ ആർ എന്നുള്ളതിലാണ് വരിക. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2 പൈ ആർ ആണ്. ഇവിടെ 2 പൈ ആർ വരും, ഇവിടെ 4 പൈ ആർ വരും. 2 പൈ ആർ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറാണ്. റേഷ്യോസ് എപ്പോഴും സെയിം ആയിരിക്കും. 1:2 പൈ ആർ ആണ് എല്ലാത്തിൻ്റെയും വരിക. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2 പൈ ആർ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, അത് മാറില്ല. അപ്പോൾ റേഷ്യോ എപ്പോഴും 1:2 പൈ ആർ എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2 പൈ ആർ എന്ന് വരും. We have seen that in picture the height of a point on the slanted line from horizontal line changes proportionality with respect to its distance from the corner. Calculate the proportionality constant when the angle is 30, 45 and 60 degree. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം 30 ഡിഗ്രി ആകുമ്പോൾ ഇതാണ് ഹൈറ്റ്, ഇത് ഡിസ്റ്റൻസ്. 30 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം 1:√3:2 ആണ്. ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അത് 1/2 എന്ന് വരും. ഇനി അടുത്തതിൽ നമ്മുടെ റേഷ്യോ ഹൈറ്റ് വരുന്നത് ഇവിടെ 45 ഡിഗ്രി ആകുമ്പോൾ 1:1:√2 ആണ്. അപ്പോൾ 45ൻ്റെ ഓപ്പോസിറ്റ് 1, ഹൈറ്റും ഡിസ്റ്റൻസും ആയതുകൊണ്ട് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/√2 വരും. അടുത്ത പിക്ചർ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി വരുമ്പോൾ ഇവിടെയാണ് 30 വരിക. 30ൻ്റെ ഓപ്പോസിറ്റ് 1, 60ൻ്റെ ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2 എന്ന് വരും. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് √3:2 എന്ന് വരും. Prove that in equilateral triangle the perimeter changes proportionally with respect to the length of the sides. What is the proportionality constant? What we say about other regular polygons? ഈക്വലേറ്റർ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സൈഡും എല്ലാ സൈഡും സെയിം എന്നുള്ള അർത്ഥത്തിലാണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3a ആണ് വരിക. ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ പെരിമീറ്റർ 3 ഇൻറ്റു സൈഡ്. ഈക്വൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് പെരിമീറ്റർ 3 ഇൻറ്റു സൈഡ് എന്നായിട്ട് എടുക്കുക. ലെങ്ത്ത് 1 ആകുമ്പോൾ 3 ഇൻറ്റു സൈഡ് 3 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ റേഷ്യോ 1:3. ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 3 ഇൻറ്റു 4 12. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:12. അതും 1:3 എന്നാണ് വരിക. 8 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ 3 ഇൻറ്റു 8 24. അതും 1:3 എന്നാണ് വരിക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 3. നമ്മൾ ഇതിൻ്റെ പെരിമീറ്റർ പഠിച്ച പോലെ തന്നെ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ പഠിച്ച പോലെ തന്നെ ഈക്വൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് നമ്മൾ 3 ഇൻറ്റു വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ 3 ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വരിക. അതിൽ തന്നെ നമ്മൾ 4 സൈഡുള്ള സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ അത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 4 ആണ് വരിക. ലെങ്ത്ത് 1 ആകുമ്പോൾ പെരിമീറ്റർ 4 ഇൻറ്റു 1 4 വരിക. 1:4 വരും. 2 ആകുമ്പോൾ 4 ഇൻറ്റു 2 8, അങ്ങനെ 1:4 വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്നത് 3 സൈഡ് ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 3 ആണ്. 4 സൈഡഡ് അതായത് നമ്മുടെ സ്ക്വയർ ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 4 ആണ്. ഇപ്പോൾ 5 സൈഡ് ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n സൈഡുള്ള റെഗുലർ പോളിഗൺ ആകുമ്പോൾ ഫോർ എനി റെഗുലർ പോളിഗൺ വിത്ത് n സൈഡ്സ് ആൻഡ് ലെങ്ത് ഓഫ് സൈഡ് എ എന്ന് പറയുന്നത്, അതായത് n സൈഡും ഉണ്ട്, ലെങ്ത് ഓഫ് സൈഡ്, ആ സൈഡ് ഒരു a യൂണിറ്റ് ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് n ഇൻറ്റു a എന്ന് പറയാം. എത്ര സൈഡ് ഉണ്ടോ അതിനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി ഇതിനെ സൈഡിൻ്റെ നീളത്തിന്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പം n ആണ് വരിക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് n വരും. അതായത് സൈഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഇപ്പോൾ a എന്നുള്ള യൂണിറ്റ് മാറും. ഇപ്പോൾ ഒരു 6 സൈഡ് ആണെങ്കിൽ 6 ഇൻറ്റു a എന്ന് പറയുന്ന സൈഡിൻ്റെ നീളമാണ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6 ഇൻറ്റു 2, അങ്ങനെ ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ എത്ര സൈഡാണ് ഉള്ളത്, 6 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ അതിന് 6 ഇൻറ്റു സൈഡ് വരും. 4 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 4 സൈഡ് വരും. 8 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 8 ഇൻറ്റു വരും. അതുകൊണ്ട് കോമൺ ആയിട്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് n. Question number 4. Prove that the length of arcs of a fixed circle changes proportionality with respect to their central angles. What is the proportionality constant? What about the relation between the area of a sector and its central angle? Length of an arc കാണേണ്ട ഇക്വേഷൻ 2 πr × x/360 ആണ്. സെൻട്രൽ ആംഗിൾ 30 ആകുമ്പോൾ നമ്മൾ 30 എക്സിൻ്റെ പ്ലേസിൽ 30 ഇട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് 2 πr 360 കോമൺ ആണ്. അപ്പോൾ 2 πr/360 × 30 വരും. ഇനി 40 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് ആർക്ക് 2 πr × 40/360 വരും. അപ്പോൾ അതിൽ 2 πr/360 കോമൺ ആണ്, 40 ഡിഗ്രി വരും. എന്നിട്ട് 50 ഡിഗ്രി എടുക്കുന്ന സമയത്ത് 2 πr × 50/360 ഈക്വൽ ടു 2 πr/360 × 50. എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് 2 πr/360 വരും. അപ്പോൾ ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്.
2πr/360. അതായത് ലെങ്ത് ഓഫ് ആർക്കും സെൻട്രൽ ആംഗിളും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ അത് 2πr/360 ആണ്. സെൻട്രൽ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആംഗിൾ മാത്രമേ മാറുള്ളൂ. ഇവിടെ ഇതെപ്പോഴും ഫിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2πr/360. ഏരിയ ഓഫ് എ സെക്ടർ πr² ഇൻറ്റു x/360. സെൻട്രൽ ആംഗിൾ 30 ആകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ലെങ്ത് ഓഫ് എൻ ആർക്ക് ചെയ്തതുപോലെ തന്നെ ഏരിയ ഓഫ് എ സെക്ടർ കാണുന്ന ഇക്വേഷൻ πr² ഇൻറ്റു x എന്നുള്ളത് 30/360 വരും. പക്ഷെ πr²/360 എന്നുള്ളത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരാളാണ്. അത് ഫസ്റ്റ് ചെയ്തിട്ട് സെൻട്രൽ ആംഗിൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ 40 ഡിഗ്രി വരുമ്പോൾ ഇവിടെ 40 വരും, 50 ഡിഗ്രി വരുമ്പോൾ ഇവിടെ 50 വരും. കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് πr²/360. അതായത് അത് മാത്രം മാറൂല. അതായത് ഒരേ സർക്കിളിലാണ് എടുക്കുന്നത്. റേഡിയസ് എപ്പോഴും സെയിം ആയിട്ട് ഉണ്ടാവുക, സെൻട്രൽ ആംഗിൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതിൽ πr²/360 എപ്പോഴും ഒരേപോലെ ഉണ്ടാവും, സെൻട്രൽ ആംഗിൾ മാത്രമേ മാറുള്ളൂ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് πr²/360 ഉള്ളൂ. ഓക്കെ, ബൈ.